ആലപ്പുഴയിൽ 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച രണ്ടാനമ്മയും അച്ഛനും പിടിയിൽ. കൊല്ലം തേവലക്കരയിൽ 3ാം ക്ലാസ്സുകാരനെ രണ്ടാനച്ഛൻ തേപ്പ് വെട്ടികൊണ്ട് പൊള്ളലേൽപ്പിച്ചു. കൊച്ചിയിൽ അമ്മുമ്മയുടെ കാമുകൻ 9ാം ക്ലാസ്സുകാരന് കഴുത്തിൽ കത്തിവെച്ച് കഞ്ചാവ് നൽകി. 2 ദിവസത്തിനിടെ നമ്മൾ കേട്ട വാർത്തകളാണിത്. ഇരകളായത് ചെറിയ കുട്ടികൾ. റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 3 വാർത്തയെങ്കിൽ റിപ്പോർട്ട് ചെയ്യാത്തത് എത്രയോ കേസുകൾ ഇനിയുമുണ്ടാകും. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല. എന്ത് ചെയ്യാനാകും? എങ്ങനെ രക്ഷിക്കും? എനിക്കൊപ്പം അതിഥികളായി അഭിഭാഷകയും ഇൻഫ്ലുവൻസറുമായ അഡ്വക്കേറ്റ് സമീറ ബീസ്, നെടുമങ്ങാട് GGHSSലെ പ്രിൻസിപ്പൽ നീത നായർ എന്നിവർ തത്സമയം ചേരുന്നു. ഞാൻ ആദ്യം അധ്യാപികയായ നീതയിലേക്ക് പോവുകയാണ്. മാം, നമസ്കാരം. എങ്ങനെയാണ് നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടപ്പെടാതിരിക്കുന്നത്, ആശങ്കപ്പെടാതിരിക്കുന്നത്? കാരണം ഒരു ദിവസം തന്നെ, ഒറ്റ ദിവസം കൊണ്ട് വന്ന 3 വാർത്തകളാണ്. ഇന്ന് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഏത് രീതിയിലാണ് മാം ഈ വാർത്തയെ കാണുന്നത്? നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തോന്നിപ്പോകുന്നില്ലേ? തീർച്ചയായും വീടുകളിൽ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതലും സംഭവിക്കുന്നത് 2 എക്സ്ട്രീം എൻസിലുള്ള പേരൻസിനെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. തീരെ കുട്ടികളെ ശ്രദ്ധിക്കാത്തവർ, മറ്റൊന്ന് കുട്ടികൾ അതീവ ശ്രദ്ധ പുലർത്തുന്നവർ. 2 എൻഡിലുള്ള പേരൻസും പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. ഈ അതീവ ശ്രദ്ധയുള്ള പേരൻസ് ആണെങ്കിൽ വളരെയധികം കെയർ ചെയ്ത് അധ്യാപകർ നടത്തുന്ന ചെറിയ പരാമർശങ്ങളിൽ പോലും അധ്യാപകർ പോലീസ് സ്റ്റേഷനിലും മറ്റും കയറ്റുന്ന പ്രവണതയാണുള്ളത്. തീരെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കളാകട്ടെ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ കുട്ടികളോട് ചെയ്യുകയും ചെയ്യുന്നു. കുട്ടികൾ ബാധ്യതയായിട്ടാണ് പേരൻസ് വിചാരിക്കുന്നത്, സാധ്യത ആയിട്ടല്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ മിക്കവാറും സ്കൂളുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ക്ലാസ് അധ്യാപകരും പ്രധാന അധ്യാപകരായ നമ്മളും ഒക്കെ തന്നെ കുട്ടികളെ കൗൺസിലിങ്ങിനായിട്ട് വിടാറുമുണ്ട്. ഇത്തരം കൗൺസിലിങ്ങിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ ഇന്നലെ ആ വാർത്ത വന്ന ഉടനെ തന്നെ കുട്ടി ആദ്യം ഇങ്ങനെ മർദ്ദനമേറ്റു എന്ന് കണ്ടത് അധ്യാപകരാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബസ്സിൽ കയറിയപ്പോൾ ആയയാണ് എന്നുള്ള വാർത്തയാണ് വന്നത്. അതിനുശേഷം അത് പ്രധാന അധ്യാപികയെ അറിയിക്കുന്നു. പ്രധാന അധ്യാപികയാണ് പിന്നീട് പോലീസിൽ അറിയിക്കുകയും ചൈൽഡ് ലൈനെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തത്. ഒരുപക്ഷെ കുട്ടി നേരത്തെയും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ഏറ്റവും നിർണായകമായത് കുഞ്ഞെഴുതിയ ഒരു ഡയറി കുറിപ്പാണ്. അതായത് ഡയറി കുറിപ്പ് എഴുതുന്ന ശീലമുണ്ടായിരുന്ന കുഞ്ഞാണ്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ പോലും അത് വളരെ നിർണായകമായി എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളുകളിൽ ഇത്തരത്തിൽ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വീട്ടിലെങ്കിൽ അത് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ ഇടപെടാനുള്ള സാധ്യത അതൊക്കെ എത്രത്തോളമാണ് നമ്മുടെ സ്കൂളുകളിൽ? ഞാൻ പറഞ്ഞതുപോലെ സാധ്യത ധാരാളമുണ്ട്. എന്നാൽ ചില ഇടപെടലുകൾ നിമിത്തം നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട്. കുട്ടികൾ ഇക്കാര്യങ്ങൾ ക്ലാസ് അധ്യാപകർ വളരെ ശ്രദ്ധയോടെ കുട്ടികളെ നോക്കിക്കാണുന്ന ക്ലാസ് അധ്യാപകരാണെങ്കിൽ, ക്ലാസ് അധ്യാപകർ ഇല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകർ ആണെങ്കിൽ, ഈവൻ നമ്മുടെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്ന ആയമാർ, പിന്നെ FTM അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് ഇടപെടുന്ന സാഹചര്യമുണ്ട്. പ്രധാന അധ്യാപികയായ എന്നോട് പോലും കുട്ടികൾ തുറന്ന് കാര്യങ്ങൾ പറയുന്ന അവസരങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണെങ്കിൽ കുട്ടികളെല്ലാവരും തന്നെ അവർക്ക് അനുഭവപ്പെടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളോട് ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യുന്നതിന് നമ്മൾ പരിഹാരം കാണുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. ഇപ്പോൾ എല്ലാ വിഭാഗവും, പോലീസായാലും നമ്മുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആയാലും എല്ലാം തന്നെ നമ്മുടെ സഹായത്തിനുണ്ട്. നമ്മൾ അവരിലേക്ക് എത്തിപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് സമീറ ബീസിലേക്ക് കൂടി ഞാനൊന്ന് പോവുകയാണ്. അഡ്വക്കേറ്റ് സമീറ ബീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസറാണ്. അഡ്വക്കേറ്റിനെ ഞാൻ ഈ ചർച്ചയിലേക്ക് വിളിക്കാൻ കാരണം പാരൻറ്റിങ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, ഇന്ന് ഒരുപാട് ആശങ്ക, നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരുപാട് ആശങ്കയും വേവലാതിയും ഒക്കെയുള്ള കാര്യമാണ് ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ചെയ്യുന്ന, സ്വന്തം മകനെ കൂടി ഉൾപ്പെടുത്തി ആ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ദൗത്യം കൂടി സമീറ ബീസ് ഏറ്റെടുത്തിട്ടുണ്ട്. സ്വാഗതം ചർച്ചയിലേക്ക്. എന്ത് തോന്നി ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ? അശ്വതി പറഞ്ഞ ഈ വാർത്തകൾ കൂടാതെ ഒരു പുതിയ വാർത്ത കൂടെ വരുന്നുണ്ട്. 5 വയസ്സുള്ള കുട്ടിയെ രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് വീണ്ടും പീഡിപ്പിച്ചുവെന്ന്. അതായത് നമ്മുടെ വീടുകളിൽ കുട്ടികൾ സുരക്ഷിതരില്ലെന്ന് മാത്രമല്ല, ഈ പണ്ടൊക്കെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, എന്താണ് വിശപ്പെന്ന് കുട്ടി ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ മരിച്ചതിന്റെ പിറ്റേന്നാണ് വിശപ്പെന്ന്. അതാണ് ഇത്.
അതായത് ഈ രണ്ടാം അച്ഛൻ രണ്ടാം അമ്മ എന്നൊന്നും ഒരു കൺസെപ്റ്റ് അതൊരു വെറും കൺസെപ്റ്റ് മാത്രമാണ്. അവർക്ക് ഇമോഷണലായോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനോ ഈ കുട്ടികളോടില്ല. അവർ അച്ഛന്റെ ഭാര്യ അല്ലെങ്കിൽ അമ്മയുടെ ഭർത്താവ് മാത്രമാണ്. ഒരു അന്യർ, ഒരു സ്ട്രേഞ്ചർ എന്ന് പറയുന്ന അതേ നിലയിലാണ്. ഇപ്പൊ ടീച്ചർ പറയുകയുണ്ടായി, കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും, കുട്ടികളെ കൗൺസിൽ ചെയ്യും. കുട്ടികളല്ല കൗൺസിൽ ചെയ്യപ്പെടേണ്ടതെന്നാണ് എന്റെ വ്യക്തിപരമായും അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവേണ്ടത്. പാരന്റ്സ്, അതായത് പുതിയതായി കുഞ്ഞു മക്കളുള്ള പാരന്റ്സ്, അവർ മറ്റൊരു തലത്തിലാണ് കുട്ടികളെ അല്ലെങ്കിൽ പാരന്റിങ്ങിനെ കാണുന്നത്. ഞാൻ, എന്റെ കാര്യം, എന്റെ വ്യക്തി ജീവിതം, അതിനുശേഷം മക്കൾ, എല്ലാവരെയും അല്ല പറയുന്നത് എങ്കിൽ പോലും ഒരു ന്യൂനപക്ഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പകുതി പേരായിക്കോട്ടെ, അങ്ങനെ ആകുന്നതോടെ മുഴുവൻ സമൂഹത്തിന് തന്നെ അത് മാറ്റം വരികയാണ്. മുഴുവൻ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ മൂല്യച്യുതിയാണ് ഇതിലെല്ലാം വരുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പൊന്നും വീടുകളിൽ കുട്ടികളെ അടിക്കാറില്ലേ, ഇതിനു മുമ്പൊന്നും കുട്ടികളെ ശിക്ഷിക്കാറില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മൾ ഈ ന്യൂസുകളുടെ താഴെയുള്ള കമന്റുകളിൽ കാണും. അങ്ങനത്തെ ശിക്ഷണങ്ങളല്ല ഇത്. ആ ശിക്ഷണങ്ങൾ നന്നാകാൻ വേണ്ടി മാതാപിതാക്കൾ ചെയ്തിരുന്നതാണ്. ഇതങ്ങനെയല്ല. ഈ പറയുന്ന സോകോൾഡ് പാരന്റ്സ്, ഇവരെ പാരന്റ്സ് എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. ഇവര് ജന്മം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അവർക്ക് ആരോടോ ഉള്ള ദേഷ്യം ഒക്കെ തീർക്കുന്നത് കുഞ്ഞുങ്ങളുടെ പുറത്താണ്. ആ പൊന്നു മോൾ അങ്ങനെ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ, ആ ആയ അത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മൾ ഒരുപാട് കേൾക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊരു ഒരു വാർത്തയിലേക്ക് ആ കുഞ്ഞ് ഒതുങ്ങി പോകില്ലായിരുന്നു. നമുക്കതിനെ രക്ഷിക്കാൻ പറ്റിയത് ആ കുട്ടി അത് പുറത്ത് പറഞ്ഞതുകൊണ്ട്, ആ മോള് അത് വെളിയിൽ കൊണ്ടുവരാൻ ആ അധ്യാപകരും ആ കൂട്ടം അവരുടെ ചുറ്റും ഉണ്ടായിരുന്ന ആ സമൂഹം സഹായിച്ചത് കൊണ്ടുമാണ്. അങ്ങനെ അല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ പറ്റി ചർച്ച ചെയ്യേണ്ടത് ഇന്നത്തെ കേരള സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചർച്ചയാവുന്നുണ്ടോ, എത്രമാത്രം ചർച്ചയാവുന്നുണ്ടെന്ന് എനിക്ക് സംശയമാണ്. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് സമീറ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റിച്ചുളിക്കും, അതെങ്ങനെ സംഭവിക്കുമെന്ന്. പിന്നീട് എന്തെങ്കിലും ദുരൂഹത അതിൽ ഉണ്ടാകുമെന്നൊക്കെ ഞങ്ങൾ ന്യൂസ് റൂമിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പിന്നീട് അത് ആത്മഹത്യ തന്നെയാണെന്ന് വരുമ്പോൾ വീണ്ടും ഒരു ഞെട്ടൽ കൂടിയാണ്, എങ്ങനെ ഈ ചെറിയ കുട്ടി ഇതിലേക്ക് പോയി എന്നുള്ളത്. അതായത് ജീവിതം പോലും വേണ്ട എന്നൊക്കെയുള്ള തലത്തിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. രണ്ട്, താങ്കൾ പറഞ്ഞ ഈ രണ്ടാം വിവാഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എങ്ങനെ നമുക്ക് പാരൻസിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളെ ശ്രദ്ധിക്കാത്ത പാരൻസിനെ നമുക്ക് ബോധവൽക്കരിച്ചെടുക്കാനാകും അഡ്വക്കേറ്റ് സമീറ? നമ്മൾ കുടുംബ കോടതികൾ കാണുന്ന ഏറ്റവും വാശിയേറിയ കേസ് എന്താണെന്നറിയാമോ? കുട്ടികളുടെ കസ്റ്റഡി. എനിക്ക് വേണം എന്നുള്ള കസ്റ്റഡിയിൽ ഉണ്ടാവുന്ന 5 ദിവസത്തേക്ക് എന്റെ കൂടെ വിടൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഹർജികൾ, ആ ഹർജികളുടെ പേരിൽ അവിടെ ഉണ്ടാകുന്ന ആ കോടതി മുറികളിൽ ഉണ്ടാകുന്ന, കോടതി വരാന്തകളിൽ കാണുന്ന ഡ്രാമ, ഇതെല്ലാം ഞങ്ങൾ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 5 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ വാശിയും വൈരാഗ്യവും വെച്ച് വാദിച്ച് ജയിച്ചു കൊണ്ടുവന്ന കുട്ടിയെ എത്രമാത്രം ഇവർ കെയർ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഏറ്റവും വേണ്ടത് സ്നേഹം, കെയർ, പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ്. അല്ലാതെ അവനെ സ്വർണ്ണ തലാസിലിരുത്തി തൂക്കുകയൊന്നും വേണ്ട. അവന് വേണ്ടത് അവനെ കേൾക്കാൻ ഒരാൾ, അവന് സ്നേഹം പകരാൻ, അവനോടൊപ്പം നിൽക്കും എന്ന് കാണിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുക എന്നതാണ്. ഇപ്പോൾ അശ്വതി പറഞ്ഞില്ലേ, നമുക്ക് തോന്നും, അയ്യോ ഈ കൊച്ചു പിള്ളേരൊക്കെ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പറഞ്ഞ എല്ലാ ന്യൂസിലും ഒരു ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ കഥകളാണ് ഇതെല്ലാം. അപ്പർ മിഡിൽ ക്ലാസ്സിലും ഒക്കെ ഇത് വരുന്നുണ്ട്. ആ ന്യൂസുകൾ ജസ്റ്റ് ഒന്ന് പുറത്തു വരും, അപ്പോൾ തന്നെ തിരിച്ചു കയറി പോവുകയും ചെയ്യും. കുറച്ചു നാൾ മുമ്പാണ് കൊച്ചിയിൽ 2 സംഭവങ്ങൾ ഉണ്ടായത്. ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ ചാടി ആത്മഹത്യ ചെയ്തത്. ആദ്യം അതൊക്കെ വലിയ കോലാഹലങ്ങളായിരുന്നു. പക്ഷെ പതുക്കെ അത് കെട്ടടങ്ങി പോകുന്നതിന് തൊട്ട് മുമ്പ് അതിൽ അവരും ഇതുപോലെ രണ്ടാനച്ഛനും രണ്ടാനമ്മയും ഒക്കെ ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്നൊരു ന്യൂസ് വരുന്നു, ഈ കുട്ടി അമ്മ അല്ലെങ്കിൽ അച്ഛൻ തല്ലുമായിരുന്നു, വഴക്ക് പറയായിരുന്നു, പീഡിപ്പിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ പ്രശ്നം പാരന്റിങ് തന്നെയാണ്. അതിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ എല്ലാവരും, ഈ സമൂഹം ചേർന്ന് ശ്രമിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും. ശ്രീമതി നീത നായർ, നമ്മൾ ഈ കുട്ടികളുടെ ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിരന്തരം കുഞ്ഞുങ്ങളുമായി ഇടപെടുന്ന ആളുകളാണല്ലോ. പല വീടുകളിൽ നിന്ന്, പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പല ഏജിലുള്ള കുഞ്ഞുങ്ങളാണ്. കുട്ടികളുടെ ഈ നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത്, ഈ പുതിയ ജനറേഷനെ നമുക്ക് മനസ്സിലാകുന്നില്ല പലപ്പോഴും. അവർ വല്ലാതെ നമ്മളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തരാണ്, അവരുടെ ചിന്തകൾ വളരെ വ്യത്യസ്തമാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ, അവരിലേക്ക് കൂടുതൽ അടുക്കാനൊക്കെ അധ്യാപകർക്ക് ഈ സമയം കഴിയുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. ഞാൻ എല്ലാ കുട്ടികളോടും ഞാൻ എനിക്ക് പഠിപ്പിക്കലും കൂടിയുണ്ട്. 8 പീരീഡുകൾ എടുക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ് ഞാൻ. അപ്പോൾ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, ടീനേജിലുള്ള കുട്ടികളോട്, നമ്മൾ ഇനി കോളേജിൽ പോകാനായിട്ട് സാധിക്കില്ല. അവരുപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ ഫാഷൻ ട്രെൻഡ്സ്,
അവരുടെ മാനസിക വ്യാപാരങ്ങൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികളോട് അടുത്ത് ഇടപഴകിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ അധ്യാപകരും എല്ലാ സംവിധാനങ്ങളും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഈ കുട്ടികൾക്കെല്ലാം കൗൺസിലിംഗ് കൊടുക്കാറ്. പേരൻ്റൽ കൗൺസിലിംഗ് 2ാം ഘട്ടമാണ്. പക്ഷെ പലപ്പോഴും പേരൻസ് അതിന് വില്ലിങ് അല്ല. പേരൻറ്റിങ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയും പഠിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒന്നല്ല. അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് വായിക്കുന്ന വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മുടെ സമൂഹത്തുള്ളൂ. നമ്മുടെ സമൂഹത്തിലെ മാനസികാരോഗ്യം തകരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കുട്ടികൾ അനുഭവിക്കുന്ന പീഡന കഥകൾ. അതിനു വേണ്ടി നമുക്കൊരു സോഷ്യൽ ഒരു സെറ്റപ്പ് തന്നെ ഉണ്ടാകണം. നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണവും ശ്വസിക്കുന്ന വായുവും സോഷ്യൽ മീഡിയയും എല്ലാം ഇതിൻ്റെ കാരണങ്ങളാവാം. ഇതെല്ലാം റെക്ടിഫൈ ചെയ്യേണ്ടത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്വമാണ്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, ഓരോരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. അങ്ങനെ മാത്രമേ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ ആത്മഹത്യാ പ്രവണതയിൽ നിൽക്കുന്ന കുട്ടികൾ പല കാരണങ്ങൾ കൊണ്ടാണ് അത് ചെയ്യുന്നത്. വീടുകളിൽ ഉണ്ടാകുന്ന ചുറ്റുപാടുകൾ, അവനെ കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ, ഇതൊക്കെ അതിന് കാരണങ്ങളാണ്. പിന്നെ ചില ബ്രെയിൻ മാൽ ഫങ്ഷനിങ് എല്ലാം നമുക്ക് ഈ ഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. ടീനേജിലാണ് എല്ലാ മാൽ ഫങ്ഷനിങ്സ് വിസിബിൾ ആവുന്നത്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ വിപത്ത് തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായെന്ന് വരാം. ഇത് മാഡം പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉള്ള വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെന്ന് പറയുന്നത് ലോവർ സ്ട്രാറ്റയിലോ മിഡിൽ സ്ട്രാറ്റയിലോ ആണ്. അപ്പർ സ്ട്രാറ്റയിലുള്ള കുട്ടികളുടെ കാര്യങ്ങൾ എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അവർക്ക് ആ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഇത് വെളിയിലേക്ക് വരുന്നില്ല. വലിയ വലിയ കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ അവർ പോയി കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്. എന്നാൽ ഫോളോ അപ്പ് എത്രത്തോളം കൃത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ശ്രീമതി നീത നായർ, നമ്മൾ ഈ അധ്യാപനത്തിൽ പല സമയത്ത് നമ്മൾ അമ്മയാകേണ്ടി വരും, ചേച്ചിയാകേണ്ടി വരും. അവരുടെ സ്വന്തം ആണ് എന്ന് വിചാരിച്ചാലേ അവരിതൊക്കെ വിട്ടു പറയുള്ളൂ. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ പിന്നെയും പറയും. പക്ഷെ കുറച്ചുകൂടി ആകുമ്പോൾ ടീനേജേഴ്സൊക്കെ ആകുമ്പോൾ അവർ മറച്ചു പിടിക്കാനൊക്കെ പരമാവധി ശ്രമിക്കും. താങ്കൾ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ടാകും. ഇത് വെളിയിൽ അറിഞ്ഞാൽ കൊന്നുകളയുമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകും. നമ്മൾ ഓരോ വാർത്തയും നമ്മളെ അത്രയധികം ഞെട്ടിക്കുന്നതാണ്. എന്തെങ്കിലും അനുഭവങ്ങൾ താങ്കളുടെ ഈ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് മാർക്ക് കുറയുമ്പോൾ നമ്മൾ ആ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കും. അതിലൊരു കാരണം ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളിൽ മിക്കവാറും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വീടുകളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ കാരണം അവരുടെ അസുഖമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മിക്കവാറും കുട്ടികളിൽ ഇങ്ങനെ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. അവർക്ക് പിന്നെ പഠന പ്രക്രിയയിലുള്ള അതിലൂടെ കടന്നു പോകാൻ കുട്ടിക്ക് അറിയാത്തതാണ്. എങ്ങനെ പഠിക്കണമെന്ന് കുട്ടിക്ക് അറിയാത്തതാണ്. അത് വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ കുട്ടികളെല്ലാം നമ്മൾ മാർക്സ് ഓരോ ഘട്ടത്തിലും, അതായത് ബോർഡ് എക്സാംസ് ഒക്കെ വരുമ്പോൾ, ഫസ്റ്റ് ഇയർ ബോർഡ് എക്സാംസ് ഒക്കെ വരുമ്പോൾ, ഞാൻ 12th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് വരുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. അല്ലാതെ ചെറിയ കുട്ടികളിൽ മിക്കവാറും പേര് ഇങ്ങനെ ക്ലാസ് അധ്യാപകരാണ് ഇത് കൂടുതലും ശ്രദ്ധിക്കാറ്. ശരി. അഡ്വക്കേറ്റ് സമീർ അബീസ്, ഈ താങ്കൾ നേരത്തെ കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കോടതിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കുഞ്ഞിന് വേണ്ടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് ഒരുപക്ഷെ ഈ സ്നേഹ കൂടുതൽ കൊണ്ടൊന്നും ആയിരിക്കില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ വാശി, എനിക്കൊപ്പം തന്നെ വിടണം, അല്ലെങ്കിൽ എനിക്ക് വേണം കുഞ്ഞിനെ എന്നുള്ള വാശിയായിരിക്കും. ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് എവിടെ തുടങ്ങണം എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു അമ്മയാകാൻ പോകുന്നു എന്ന് നമ്മൾ അറിയുന്ന നിമിഷം മുതൽ ഒരു സ്ത്രീ പാരൻറ്റിങ് തുടങ്ങുകയാണ് എന്ന് പറയും. പക്ഷെ ഒരു അച്ഛൻ ചിലപ്പോൾ ജനിച്ച് കുഞ്ഞ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ അവിടെ പാരൻറ്റിങ് തുടങ്ങുകയുള്ളൂ. പലരും അത് കണ്ടില്ല എന്നടിക്കും, പാരൻറ്റിങ് അപ്പോഴും തുടങ്ങാറില്ല. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, എങ്കിലും ഇത് നമ്മൾ എവിടെയാണ് ഇവരെ ബോധവൽക്കരിക്കേണ്ടത്? എങ്ങനെയാണ്? താങ്കൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നതാണല്ലോ. ഈ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം ആക്രമിക്കുന്ന, അടിക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന അവരൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ എന്നുള്ളതിനേക്കാൾ ഈ മാറ്റങ്ങൾ നമ്മളിൽ നിന്നേ തുടങ്ങുകയുള്ള അശ്വതി. എപ്പോഴും എന്തെങ്കിലും ഒരു തുടക്കം മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണമല്ലോ.
എവിടെങ്കിലും ഒക്കെ ആരെങ്കിലും തുടങ്ങിയാൽ മാത്രമേ ഇതിലേക്ക് എത്തൂ. ടീച്ചർ പറഞ്ഞ പോലെ ഒരു കുടുംബാന്തരീക്ഷം തന്നെയാണ് ഒരു കുട്ടിയെ വ്യക്തിയായി വളർന്ന് അവനൊരു സിറ്റിസൺ ആയി വരുമ്പോൾ അവന്റെ മാനസിക വളർച്ച, അവന്റെ ബുദ്ധിവികാസം എല്ലാത്തിനെയും അത് സ്വാധീനിക്കും. പണ്ടൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുറെ പേര്, ഇപ്പൊ ഞാനൊക്കെ വളർന്നത് എന്റെ 8 അപ്പച്ചിമാരുടെ ഇടയിലാണ്. അതുപോലെ അല്ല എന്റെ മകൻ വളരുന്നത്, ഒരു അണുകുടുംബത്തിലാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന 1, 2 അല്ലെങ്കിൽ 3, 4 പേർ മാക്സിമം, അവർ എല്ലാവരും അവരുടെ എല്ലാവരുടെയും ഒരു കൊച്ചു മാറ്റങ്ങൾ വരെ കുട്ടിയെ സ്വാധീനിക്കും. ഒരു വലിയ കുടുംബത്തിൽ വളരുന്നതും ഒരു അണുകുടുംബത്തിൽ വളരുന്നതും വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ വലിയ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ അണുകുടുംബങ്ങളായി മാറിയ പാരന്റ്സ് അത് മനസ്സിലാക്കുന്നുണ്ടോ? അവരത് എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്? അല്ലെങ്കിൽ കുട്ടി എന്നുള്ളത് എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ്. ജോലി പ്രധാനമാണ്, പണം പ്രധാനമാണ്, സ്വന്തം എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ സ്വന്തം ഹെൽത്ത്, ഇതൊക്കെ പ്രധാനമാണ്. അതാണ് ഞാൻ അവിടെ ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. ഈ ആലപ്പുഴയിലെ ഈ കേസിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞിനെ അച്ഛന് ജീവനായിരുന്നു എന്ന് പറയുന്നു. അതായത് അമ്മയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അതിനുശേഷം അമ്മ മരിക്കുന്നു. 1.5 വർഷം കഴിയുമ്പോൾ വേറൊരാളെ വിവാഹം കഴിക്കുന്നു. കുഞ്ഞിനെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇവർ കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞതാണ്. അതിനുശേഷം വീട് വെച്ച് മാറിയപ്പോഴാണ് ഈ കുഞ്ഞിനെ അടിക്കാനും മർദ്ദിക്കാനും ഒക്കെ തുടങ്ങിയത്. ഈ അമ്മ, രണ്ടാനമ്മ മർദ്ദിക്കുന്നു, അച്ഛനും മർദ്ദിച്ചതാണ് ആ കുഞ്ഞിന് സഹിക്കാൻ പറ്റാത്തത്. എന്നിട്ടും ചൈൽഡ് ലൈൻ ചോദിച്ചപ്പോൾ പറയാണ് അച്ഛനെ ഒന്ന് വിരട്ടി വിട്ടാൽ മതി, ഒന്നും ചെയ്യരുതേ എന്നാണ് ആ കുഞ്ഞു പറഞ്ഞത്. ആ കത്ത് എഴുതിയിരിക്കുന്നതിനകത്തും താഴെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, എന്റെ വാപ്പിച്ചി പാവം എന്ന് എഴുതിയിട്ടുണ്ട് ആ കുഞ്ഞ്. അതിന് ആ വാപ്പായോടുള്ള സ്നേഹമാണ് അത് കാണിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പ്രാപ്തരായവർ മാത്രം കുട്ടികൾക്ക് ജന്മം നൽകുക, കുട്ടികൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാം എന്നുള്ള മാതാപിതാക്കൾ, ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്, അമ്മയുടെ മാത്രമല്ല. ഇപ്പൊ തന്നെ നമ്മൾ ഇത് കുറച്ച് മുതിർന്ന കുട്ടികളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെ ഉപരി ജനിച്ചുടനെ കൊല്ലപ്പെടുന്ന കുട്ടികൾ കേരളത്തിൽ കുറച്ചായിപ്പോ. നമ്മൾ തന്നെ പല ന്യൂസുകളും കേൾക്കുന്നു. ജനിച്ചു കഴുത്ത് നെരിച്ചു കൊന്നു, പ്രസവിച്ചു ജനലിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അവർക്ക് വേണ്ടാത്ത ജന്മങ്ങളാണ്. അതിന് തയ്യാറാകാതെ ഇരിക്കുക. അതിന് ഒരുപാട് ഇതെല്ലാം അറിയാവുന്ന ഈ സോഷ്യൽ മീഡിയയിലെ 24 മണിക്കൂറുമുള്ള ആൾക്കാർക്ക് ഒരു ഗർഭധാരണമോ അല്ലെങ്കിൽ ഒരു പ്രസവമോ അല്ലെങ്കിൽ എല്ലാം നിർത്താൻ അറിയാം. ഓടുന്ന ബസ്സിൽ പ്രസവിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന വരെ നമ്മൾ ന്യൂസ് കണ്ടു. നമ്മളെല്ലാവരും ഞെട്ടിപ്പോവാണ് ഇങ്ങനത്തെ ന്യൂസുകൾ കാണുമ്പോൾ. ഇങ്ങനത്തെ വാർത്തകൾ നമ്മളെ ആകുലപ്പെടുത്തുന്നു, നമ്മളെ ചിന്തിക്കുന്നു. കാരണം നമ്മുടെ മക്കളും ഈ സമൂഹത്തിൽ വളർന്നു വരികയാണ്. അവരുടെ വളർന്നു വരുമ്പോഴും എങ്ങനെയായിരിക്കും അവർക്ക് വരുന്ന പാർട്ട്നേഴ്സ്, അവർ സഞ്ചരിക്കേണ്ട വഴികൾ, അവർ പഠിക്കാൻ പോകുന്ന എല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്നു. കുട്ടികൾ വീട്ടിൽ സുരക്ഷിതരാവണമെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള സ്വന്തം മാതാപിതാക്കളും പിന്നെ ആ വീട്ടിലുള്ള മറ്റുള്ളവരുമാണ്. സ്വന്തം മാതാപിതാക്കൾ 24 മണിക്കൂർ കലഹിക്കുകയും അല്ലെങ്കിൽ ഒരു പഠനാന്തരീക്ഷമോ ടീച്ചർ പറഞ്ഞ പോലെ നല്ലൊരു സാഹചര്യമോ ഉണ്ടാക്കാതെ ഇരുന്നാൽ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാവുന്ന ട്രോമ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അശ്വതി പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്ക് മറുപടികളായി എനിക്ക് വരുന്ന മെസ്സേജുകൾ, എനിക്ക് പേഴ്സണലി അമ്മമാരയക്കുന്ന മെസ്സേജുകൾ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ഉറക്കം വരാതെ ഇരുന്നിട്ടുണ്ട്. ഓരോ വിഷയങ്ങൾ നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതിനെ അപ്പുറമാണ് ഓരോ കുട്ടികൾ കാണിക്കുന്നത്. കുട്ടികളുടെ സ്വഭാവ വൈകൃതങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ വയ്യേ, നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ, അയ്യോ അപ്പൊ നാട്ടുകാർ പറയില്ലേ അവനെന്തോ സുഖമില്ലാത്ത കുട്ടിയാണ്. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ മാറേണ്ട സമയമായി. മെന്റൽ ഹെൽത്തും കുട്ടിയുടെ ആയാലും പേരൻസിന്റെ ആയാലും ഇമ്പോർട്ടന്റ് ആണ്. ശരീരത്തിന് വേദന വന്നാൽ ഡോക്ടറെ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു വൈദ്യസഹായം തേടുക. അത് കുടുംബാന്തരീക്ഷത്തിന്റെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ചെയ്യുക. ശരി. ശ്രീമതി നീത നായർ, നമ്മൾ ഈ കുഞ്ഞുങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ സ്കൂളിൽ വന്ന് പറയുന്നത് പോലെ സ്കൂളിലെ കാര്യങ്ങൾ വീട്ടിലും പറയേണ്ടതുണ്ട് ശരിക്കും. പക്ഷേ എത്രത്തോളം കുട്ടികളെ അങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളുണ്ട്. സമീറ മാമിൻ്റെ, അഡ്വക്കേറ്റ് സമീറയുടെ വീഡിയോകളിലൊക്കെ അതൊക്കെയാണ് പറയുന്നത്. മോനോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു കണ്ണു തുറപ്പിക്കൽ കൂടിയാണ്. നമ്മൾ ചിലപ്പോൾ അഡ്വക്കേറ്റ് സമീറയുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഞാനിങ്ങനെ എൻ്റെ മോനോട് ചോദിക്കുന്നില്ലല്ലോ എന്ന്. ഞാനൊരു അമ്മയാണ്, അപ്പം ഞാൻ ചിന്തിക്കും. അതുപോലെ കുറേ അമ്മമാർ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കുറേ മാറ്റം അവിടെ വരുമെന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങളുടെ പാരൻസിനോട് സംസാരിക്കുമ്പോൾ തിരുത്തണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം മന്ത്രി ഇന്ന് ആ കുട്ടിയുടെ വീട്ടിലെത്തി കുട്ടിയോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ പല സംഭവങ്ങളും പുറം ലോകം അറിയുന്നില്ല. ഇതിനായിട്ട് ഹെൽപ്പ് ബോക്സ് സ്കൂളുകളിൽ വെക്കുമെന്നാണ്. പക്ഷേ ഈ ഹെൽപ്പ് ബോക്സ് അല്ലെങ്കിൽ പരാതി പെട്ടികളൊക്കെ എത്രത്തോളം ഇനി അത് ഗുണം ചെയ്യുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കുള്ള, അതായത് അധ്യാപകർക്കുള്ള ഒരു വലിയ റോള്, നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതൽ കൂടി വരികയാണ് എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. ഇതിന് ഞാൻ കാണുന്ന പ്രതിവിധി, ക്ലാസ് PTA പേരൻസ് വരുമ്പോൾ
അതായത് അഡ്മിഷൻ സമയത്ത് തന്നെ ഓരോരോ പേരൻറ്റിൻ്റെ അടുത്ത് നമ്മൾ നിർബന്ധമായും പറഞ്ഞിരിക്കും, നമ്മുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്ലാസ് PTEകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും രക്ഷിതാക്കളിൽ ഒരാൾ പങ്കെടുത്തിരിക്കണം. അങ്ങനെ വരുന്ന ക്ലാസ് PTEകളിൽ നമ്മൾ പറയാറുണ്ട്, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി സുരക്ഷിതമായി വീട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നും അന്വേഷിച്ചറിയണം. എവിടെയാണ് കുട്ടി സുരക്ഷിതമല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. സ്കൂളിലായാലും കുട്ടി വരുന്ന വഴിയിലായാലും എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കേട്ടിരിക്കണം. ചിലപ്പോൾ റെപ്പറ്റീഷൻ ഉണ്ടാവും, നമുക്ക് ബോറടിക്കുന്നുണ്ടാവും, എന്നാലും കേൾക്കാനായിട്ട് ഒരാൾ വേണം. കുട്ടിയോടും പറയാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള രക്ഷിതാവ് ആരാണോ അവരോട് എന്നും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കണം. ഇതുപോലെ നമ്മളും ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കാറുണ്ട്. നല്ല അധ്യാപകരെല്ലാവരും കുട്ടികളുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തന്നെ നിരീക്ഷിക്കും, അവനോട് കാര്യം അന്വേഷിക്കും. ഞാനൊന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ ടീച്ചറിനകത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഓപ്പൺ ഹൗസ് അല്ലെങ്കിൽ ഈ PTA മീറ്റിങ്ങിന് ടീച്ചേഴ്സിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ ഞാനും ഒരു അമ്മയാണ്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ടീച്ചേഴ്സ് പൊതുവെ കുട്ടികളുടെ കുറ്റം പറയാൻ മടിയാണ്. അവൻ കുഴപ്പമില്ല, അവൻ പഠിച്ചോളും, അല്ലെങ്കിൽ അവന് നല്ല മാർക്കുണ്ട്, അവൻ ചെറിയ ഇടയ്ക്കൊക്കെ വർത്താനം പറയും. ഇങ്ങനെ ഒരു സോഫ്റ്റ്, അതായത് ടീച്ചേഴ്സ് അവരുടെ ഇതും കൂടെയാണ് നോക്കുന്നത്. അങ്ങനെ ഒരു സോഫ്റ്റ്നെസ്സിൽ പറഞ്ഞു വിടാതെ ശരിക്കുമുള്ള കാര്യം നിങ്ങൾ പറയാറുണ്ടോ? ശരിക്കും കാര്യം പറഞ്ഞ് ഒരു അധ്യാപികയ്ക്ക് നേരിട്ട അനുഭവം വ്യത്യസ്തമായിരുന്നു. അതായത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറുകയാണ് അധ്യാപിക ചെയ്തത്. അങ്ങനെയുള്ള മാതാപിതാക്കളും ഉണ്ട്. അതാണ് ഞാൻ പേരൊന്നും പറയാതെ നമുക്ക് ആ വിഷയം ഒന്ന് പറയുകയാണെങ്കിൽ ഇനിയെങ്കിലും അതൊന്ന് ആവർത്തിക്കപ്പെടാതിരിക്കുമെന്ന്. അല്ല, കണ്ട ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ കുട്ടിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ കുട്ടി പോയി കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്നു. ഒരു കൂട്ടം കുട്ടികൾ അവരുടെ ചില ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ അധ്യാപിക ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ മാതാപിതാക്കൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പോയി പറയുന്നത് രക്ഷിതാക്കൾ വിശ്വസിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അധ്യാപികയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടതായിട്ട് വന്നു. എനിക്കും അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അധ്യാപികയായിരുന്ന കാലത്ത് ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന അമ്മ, അച്ഛൻ വീട് നോക്കാതായപ്പോൾ അമ്മ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇറങ്ങി. അപ്പോൾ അടച്ചുറപ്പില്ലാത്ത വീട്, കുട്ടി കുറേ ദിവസമായിട്ട് ആബ്സെൻ്റ് ആയതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നതാണ്. അവിടെ കുട്ടിയും സുരക്ഷിതമല്ല. ആ കുട്ടിയെ ഞാൻ സുഗതകുമാരി ടീച്ചറിൻ്റെ അഭയയിൽ കൊണ്ടാക്കിയപ്പോൾ ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ അനവധിയായിരുന്നു. ഞാൻ സ്കൂളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു കൂട്ടം പിമ്പ് പ്രോസ്റ്റിറ്റ്യൂട്ട്സുമൊക്കെ വന്ന് എന്നെ അധിക്ഷേപിക്കുക. അമ്മയും കുട്ടിയുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്തിനാണ് ടീച്ചർ ഇടപെട്ടത്, ടീച്ചർ എന്തുദ്ദേശത്തിലാണ് ഇത് ചെയ്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടി ഇവിടെ എന്നെ കുട്ടിയും പറ്റിച്ചു. കുട്ടിക്കൊരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയത്തെ അമ്മ എതിർത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരാളല്ല കുട്ടിയെ പ്രണയിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ എതിർത്തു. അതിൻ്റെ ഫലവുമായിട്ടാണ് കുട്ടി അമ്മയ്ക്കൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് സഹായം അഭ്യർത്ഥിച്ചത്. പക്ഷേ അമ്മ സുരക്ഷിതമായി കുട്ടിയെ നിർത്തിയിട്ടില്ല. ആ വീടിന് അടച്ചുറപ്പില്ല. അമ്മ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇപ്പുറത്തെ റൂമിൽ ചെയ്യുകയാണ്, കുട്ടി അപ്പുറത്ത് സുരക്ഷിതമേ അല്ല. അതെ അതെ, ഇതാണ് സമീറ, ഓരോരുത്തർക്കും അവരവരുടെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ നിങ്ങൾക്കത് തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ മാഡത്തിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ടീച്ചേഴ്സിന്, അധ്യാപകർക്ക് ഇത്രയുമൊക്കെ ഇടപെടൽ ഇപ്പോൾ പറ്റുന്നുള്ളൂ. ഒരു വാക്ക് കൂടുതൽ പറഞ്ഞാൽ ഉടനെ അവർ കുറ്റവാളികളാകുകയാണ്. അപ്പോൾ ടീച്ചേഴ്സിനാണ്, പക്ഷെ അധ്യാപകർക്ക് തന്നെയാണ് കുഞ്ഞിന്റെ മനസ്സ് കുറച്ചുകൂടി, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ മനസ്സ് വായിച്ചെടുത്ത്, അല്ലെങ്കിൽ അവരുടെ മൂഡ് മാറിയിരിക്കുന്നത്, അവരുടെ മുഖം മാറിയിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഇടപെടാൻ സാധിക്കുന്നത്. അങ്ങനത്തെ ഇടപെടൽ കൊണ്ടാണ് നമ്മുടെ ഈ 9 വയസ്സുകാരെ ഇന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ജീവനോട് തന്നെ ഉള്ളത്. അപ്പൊ ആ ഇടപെടലുകളിൽ മാതാപിതാക്കൾ വരുത്തുന്ന ഇത്തരം കാര്യങ്ങൾ ടീച്ചേഴ്സിനെയും പിന്നോട്ട് വലിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അധ്യാപകർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ, ഈ പേഴ്സണലി ഇങ്ങനെ പേടികൾ വരുന്നത് കൊണ്ട് തന്നെ അവർ CWC അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയൊക്കെ അറിയിക്കുകയും, നീഡ് ആൻഡ് കെയർ ഉള്ള കുട്ടികൾക്ക് അവിടെ എത്തും. അവരെത്തി അവരതിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കും. അവർക്കാവുമ്പോൾ ഗവൺമെന്റിന്റെ പിൻബലമുള്ളതുകൊണ്ട് ഈ പേരൻസും ഇതുപോലെയുള്ള റിയാക്ഷൻസ് ആയിരിക്കില്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സ്വന്തം സുരക്ഷയെക്കാട്ടിൽ വലുതല്ലല്ലോ മറ്റൊരാളുടെ മകന്റെയോ മകളുടെയോ അധ്യാപകർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് അധ്യാപകർ തീർച്ചയായിട്ടും കുറച്ച് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും കുഞ്ഞുങ്ങളെ നന്നായി ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ഒരു അമ്മ എന്ന നിലയിൽ കൂടി എന്റെ അപേക്ഷയാണ് ടീച്ചറെ.
തീർച്ചയായിട്ടും ടീച്ചറെ, ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഭാരിച്ച ഉത്തരവാദിത്തം വരുന്നത്. എന്തൊക്കെ ഈ കൗൺസിലിംഗ് എന്നുള്ളത്, അതിനൊക്കെ അപ്പുറത്ത് ആദ്യം കുഞ്ഞുങ്ങളോട് സംവദിക്കുന്നത് നിങ്ങളാണ്, അവരുടെ മുഖത്ത് നിന്ന് കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കുന്നതും നിങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ ഒരു സുഗതകുമാർ ടീച്ചറിനെ ഏൽപ്പിച്ച കാര്യമൊക്കെ പറയുമ്പോൾ താങ്കൾ അത് കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനൊപ്പം. അഡ്വക്കേറ്റ് സമീറ, താങ്കളുടെ വീഡിയോസൊക്കെ വളരെ നന്നായി പോകുന്നു. ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച്, അല്ലെങ്കിൽ അക്ഷരം പ്രതി അങ്ങനെ തന്നെയാണ് താങ്കൾ എന്ന് പറയാൻ ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. താങ്ക് യു സോ മച്ച്. ന്യൂസ് പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥികളും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.